ഇന്ന് നമുക്ക് സോഫ്റ്റ് സെമി സിൽക്ക് സാരീസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാനും ഒരു ഫംഗ്ഷന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള സാരീസാണ്. എല്ലാം ഒരു 1950, 2150 അങ്ങനെ ആ റേഞ്ചിൽ വരുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും വന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് പാറ്റേൺസും വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ, ഒരു പിങ്കും പീച്ചും കൂടെയൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടോൺ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്, ഒതുങ്ങി കിടക്കും, നമുക്കങ്ങനെ ചൂടെടുക്കുന്ന മെറ്റീരിയലും അല്ല. നമ്മുടെ സോഫ്റ്റ് സിൽക്ക് സാരീസ് ഒക്കെ കൊടുത്ത അതേ പാറ്റേണിൽ തന്നെ നിൽക്കുന്ന സാരീസാണ്. ഇതേപോലെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ബോഡിയിൽ 1950, 1950 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഈ സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ കളറും ആട്ടോ, എല്ലാവർക്കും ചേരുന്ന പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിലും ഇതേപോലെ ഇങ്ങനെ ഈ ഒരു വർക്ക് വരും കേട്ടോ. ഇതേപോലെ എല്ലാത്തിൻ്റെയും പാറ്റേണൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും കണ്ടോ. ഇതേപോലെ ബോഡിയിലും ഈ ഒരു വർക്ക് വരും. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസാണ്, ടാസിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 1950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഒരു പിങ്കും പീച്ചും കൂടെ ചേർന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. അടുത്ത് വരുന്നത് അതിൻ്റെ ഒരു ലാവൻഡർ ടോൺ. ലാവൻഡർ 1950. അതിനകത്ത് കണ്ടോ അതിൻ്റെ ഡിസൈനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസാണ്. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലും ആണ്, നമുക്ക് ഒട്ടും ചൂടെടുക്കുന്ന മെറ്റീരിയലും അല്ല. 1950. നമുക്ക് തന്നെ ഉടുക്കാം. ഉടുത്ത പ്ലീറ്റൊക്കെ പെട്ടെന്ന് കിട്ടും. ഇപ്പോഴാട്ടോ കറക്റ്റ് കളർ കിട്ടുന്നത്. ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കറക്റ്റ് കളറാട്ടോ ലാവൻഡർ. അടുത്ത് വരുന്ന ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ്. മാംഗോ യെല്ലോ ഷെയ്ഡ് വരുമ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെ വരും. മുന്താണി ഇങ്ങനെ. എല്ലാത്തിൻ്റെയും പ്ലെയിൻ ബ്ലൗസാണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൗസിലൊരു ചെറിയ വർക്കൊക്കെ കൊടുത്താൽ നല്ലൊരു റിച്ച് ലുക്കായിട്ട് നിൽക്കും. 1950. മാംഗോ യെല്ലോ. അടുത്ത് വരുന്നത് നല്ലൊരു ഒരു സീ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. സീ ഗ്രീനിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഒരു പേസ്റ്റൽ ഷെയ്ഡിലേക്കൊക്കെ വരുന്ന ഒരു ഷെയ്ഡാട്ടോ. 1950. ഒരു ഫംഗ്ഷൻ കൊടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നല്ല സാരീസാണ്. അടുത്തത് വരുന്നത് ഒരു ബേജും ബ്രൗൺ എന്ന് പറയും, ഒരു ബേജിൻ്റെ തന്നെ ഒരു ഡാർക്കർ ടോൺ. 1950. അല്പം ഒരു പീച്ച് ബേജ് ചേർന്ന അതേപോലെയുള്ളൊരു ഷെയ്ഡ്. നല്ല ഷെയ്ഡാട്ടോ. എല്ലാത്തിൻ്റെയും ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. അടുത്തത് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല രസമുള്ള ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. എൻ്റെ ബോഡിയിലെ ഡിസൈനൊക്കെ ആണേലും എൻ്റെ നല്ലത് ഡിസൈനാണേലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. ബോഡിയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ, മുന്താണിയിലും ഇതേപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. നല്ല ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ഉടുക്കാൻ നല്ല കംഫർട്ടാണ്, ഒട്ടും ചൂടൊന്നും എടുക്കില്ല. അടുത്തത് വരുന്നതും ഒരു യെല്ലോ. ഇത് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ. 1950. യെല്ലോ ഷെയ്ഡ്. അടുത്ത് വരുന്ന റാണി പിങ്ക്. നല്ലൊരു റാണി പിങ്ക്, മജന്ത ഷെയ്ഡ് നമ്മൾ പറയില്ലേ, ആ ഒരു ഷെയ്ഡ്. ഇതാണ് അതിനകത്ത് ഡിസൈൻ വരുന്നത്. ഇത് ബ്ലൗസൊക്കെ നല്ല സ്റ്റൈൽ ചെയ്തൊക്കെ തയ്ച്ച് ഉടുത്താൽ നല്ല ഭംഗിയാട്ടോ ഈ സാരീസൊക്കെ. 1950. അടുത്തത് വരുന്നതും അതേപോലെ തന്നെ ഒരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. അല്പം ഒരു പിങ്ക് റെഡ് ചേർന്ന ഒരു ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, നല്ല പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാട്ടോ ഇതൊക്കെ. ബോഡിയിലെ ഡിസൈൻ ഇങ്ങനെ വരും. 1950. അടുത്ത് വരുന്ന നേവി ബ്ലൂ.
നേവി ബ്ലൂ. അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സോഫ്റ്റ് സെമി സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.